കർത്താവിൻ്റെ അതിപരിശുദ്ധനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വേഗം ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്. സമയമെല്ലാം തക്കത്തിൽ ഉപയോഗിക്കണമല്ലോ. സ്തോത്രം. 2 ആഴ്ചകളിൽ ഞാൻ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാനിടയായി തീർന്നു. അതിനോടൊപ്പം പുതിയ നിയമത്തിൽ നിന്നായിരുന്നു സംസാരിച്ചത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ. എന്നാൽ ഇന്ന് 2 രാജാക്കന്മാരിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ അതിനോട് ബന്ധത്തിൽ വയ്പ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം കുറുവാക്യമായി 14, 16, 17 വാക്യങ്ങളെന്ന് വായിപ്പാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പൽക്കാലം ഇവിടെ വായിച്ചത്. സ്തോത്രം. എലീശ പ്രവാചകന് 6-ാം സൈന്യത്തിൻ്റെ രഹസ്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സൈന്യം രാത്രിയിൽ കടന്നു വന്നിട്ട് ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് പാളയമടിക്കുന്ന നമ്മൾ വായിച്ച ഭാഗം. സ്തോത്രം. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. 91-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും എട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംസ്കാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ നിന്ന് കടന്നു വന്നവരാ. ഒത്തിരി പൈശാചിക ശക്തികളും ഒത്തിരി ആരാധനകളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേരളം. രാത്രിയിൽ അന്ധകാര ശക്തികൾ ഇറങ്ങി പല രീതിയിലും പ്രവർത്തിക്കുന്ന രീതികളുണ്ട്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ്. ഇവിടെ ദൈവജനത്തിനെതിരായിട്ട് ആരാമ്യ സൈന്യം, ഇസ്രായേൽ ജനത്തെ തകർക്കുവാനായിട്ട് രാത്രിയിൽ പട്ടണം വളയുവാനിടയായി തീർന്നു. സ്തോത്രം. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാം പിശാചിൻ്റെ സകല തന്ത്രങ്ങളിലും നാം കെട്ടപ്പെട്ട വ്യക്തികളായിരുന്നു. എന്നാൽ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച ആ മാത്രയിൽ, ആ നിമിഷത്തിൽ നമ്മെ കെട്ടി വളഞ്ഞു വെച്ചിരുന്ന സർവബന്ധനങ്ങളും സകല പൈശാചിക തന്ത്രങ്ങളും സകല ശാപങ്ങളും എല്ലാം അഴിഞ്ഞു മാറുവാനിടയായിത്തീർന്നു. നാം കർത്താവിനെ സ്വീകരിച്ചപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാനിടയായിത്തീർന്നു. പരിശുദ്ധാത്മാവിൽ ഭോഗിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ, പലരും പറയാറുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രതികൂലത്തിന് നടുവിലായിരിക്കുന്നെന്ന്. സ്തോത്രം. ദൈവത്തിനെ അങ്ങനെയല്ല. നാം ദൈവിക കൽപ്പനകളും ദൈവിക നിയമങ്ങളും നാം പരിപാലിച്ച് നാം ഏറ്റെടുത്താൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ചുറ്റും പരിചയമായി ദൈവം സൈന്യത്തെ നിയമിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനൊരു വ്യക്തമായ വാക്യമാണ് ഇന്ന് പൽക്കാലം ഇവിടെ വായിപ്പാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ആമേൻ. അതിൻ്റെ 8-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. അങ്ങനെ ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവർ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. ആമ്യ രാജാവ് തൻ്റെ ഭൃത്യന്മാരായി
ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചിട്ട് ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പാളയം അടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ആമേൻ സ്തോത്രം, ഏലീശയ്ക്ക് സകലതും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ കാണുന്നു, ഇവർ സംസാരിച്ച കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ഏലീശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഇസ്രായേൽ രാജാവിനോട് ചെന്ന് പറയുകയാണ്, അവൻ നിങ്ങൾ ഇന്ന വഴിക്ക് പോകരുത്, നിങ്ങൾക്കെതിരായിട്ട് അവിടെ നിങ്ങളുടെ എതിർ സൈന്യം പാളയമടിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപുരുഷൻ എന്തെല്ലാം പ്രബോധിപ്പിച്ചു, എന്തെല്ലാം പറഞ്ഞു, അതെല്ലാം ഇസ്രായേൽ രാജാക്കന്മാരും അവർ സേനാധിപന്മാരും അത് ഏറ്റെടുത്തതിനാൽ അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുവാനിടയായിത്തീർന്നു. സ്തോത്രം. ദൈവത്തിലെ നമ്മെ തകർക്കുവാൻ ആരെല്ലാം ഏതെല്ലാം ശത്രു പദ്ധതി ഒരുക്കിയാലും ആമേൻ നമുക്ക് വേണ്ടി വിളംബരം ചെയ്യുന്ന ഭക്തന്മാരിൽ കൂടെ നമ്മെ അറിയിക്കുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അത് നാം എവിടെ മറിഞ്ഞിരുന്നാലും ദൈവത്തിൻ്റെ ആലോചന നമ്മെ ദൈവം അറിയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം അത് നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് തരും. അല്ല, നമ്മുടെ യാത്രയിൽ ദൈവം നമുക്ക്, നമ്മൾ ഏത് മേഖലയിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നോ, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ, നിയമങ്ങളും ദൈവത്തിൻ്റെ ആലോചനകളും നമ്മെ അറിയിക്കാതെ ദൈവം പോകുകയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ്. സ്തോത്രം. ആമേൻ. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അമ്മ, ഇത് ഹേതുവായി ഏതാ? അവർ ചിന്തിക്കുന്ന നിലകളിൽ, അവർ ആലോചിക്കുന്ന നിലകളിൽ, അവർ പാളയം ഇറങ്ങിയിട്ടും അമ്മേൻ അവർക്കൊന്നും, അവരുദ്ദേശിക്കുന്ന നിലകളിൽ കാര്യാദികൾ നടക്കുന്നില്ല. അമ്മേ സ്തോത്രം. അവർ പലയിടങ്ങളിൽ ഹൈഡ് ചെയ്ത് പാളയം ഇറങ്ങിയിട്ടും ഇസ്രായേൽ ജനത്തെ പിന്തുടരുവാനോ അവർ അതുവഴി ചെല്ലുവാനോ കഴിയാതെ വന്നപ്പോൾ അമ്മ ഇത് നിമിത്തം ആരാം രാജാവിന്റെ മനസ്സ് അമ്മ കലങ്ങുവാനിടയായി തീർന്നു. ഭൃത്യന്മാരെ വിളിച്ചു അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാർ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലേ എന്ന് ചോദിച്ചു. നിർത്തിക്കാട്ടെ. സ്തോത്രം. നമുക്കറിയാം പലയിടങ്ങളിലും ചാരന്മാരുണ്ട്. അമേൻ. അത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഒരു മിലിറ്ററിയുടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് എനിമകൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്നവർ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആരാം രാജാവ് വിചാരിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേലിന് വേണ്ടി പക്ഷത്തുള്ള ചാരന്മാരുണ്ട്, അതാരാണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. സ്തോത്രം. അമേൻ. അപ്പോൾ തുടർന്ന് വായിച്ചാട്ടെ. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ യജമാനായ രാജാവ്, അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ വന്നിട്ട് പറ, അവന് ബോധം ദൈവം കൊടുത്തു. അമേൻ. അവന് ഇസ്രായേൽ ജനം ആരെന്നും ഏലീശ ആരെന്നും ഇസ്രായേൽ ജനം ആരെന്നും അവർ സേവിക്കുന്ന ദൈവം ആരെന്നും അമേൻ അവരുടെ ദൈവം എങ്ങനെ അവരെ കരുതുന്നുവെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെന്നും അമേൻ ഒരു ഭൃത്യന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. വായിച്ചാട്ടെ. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ വായിച്ചിങ്ങനെ, ഭൃത്യന്മാരിൽ ഒരുത്തൻ യജമാനായ രാജാവേ, കാര്യം നീ ചിന്തിക്കുന്നതൊന്നുമല്ല. നമ്മുടെ ദേവന്മാരെ പോലല്ല അവരുടെ ദൈവം. ആമേൻ. നമ്മുടെ ദേവന്മാരെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആമേൻ. നാം ആ ദൈവത്തെ കുളിപ്പിക്കുകയും എണ്ണയിടുകയും ഒക്കെ ചെയ്യേണ്ടത്. എന്നാൽ അവരുടെ ദൈവം അങ്ങനെയല്ല. അവർ ശയനഗൃഹത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് ആലോചന കൊടുക്കുന്ന ദൈവത്തെ അവർ സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. നാം സേവിക്കുന്ന ദൈവം നാം എവിടെയായിരുന്നാലും നാം ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആലോചനയുടെ ദൈവമാണ്. ആമേൻ. നമ്മൾ അതിനു വേണ്ടി തേടി എങ്ങും പോകേണ്ട കാര്യമില്ല. നാം ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടി ആലോചന പറഞ്ഞ ദൈവത്തെ നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭൃത്യൻ വന്നിട്ട് എങ്ങനെയാ പറഞ്ഞത്, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. അവരുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നീ ചിന്തിക്കുന്ന പോലെയല്ല, അവരുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നീ ചിന്തിക്കുന്ന പോലെയല്ല, അവരുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ആമേൻ. ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം. നാം സേവിക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്ന ദൈവം. നാം സേവിക്കുന്ന ദൈവമാണ് വീര്യം പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ആമേൻ.
ആരാൻ സൈന്യത്തിൽ ഒരു സേനാധിപനെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. അവന്റെ സാക്ഷ്യം അവിടെ കേട്ടത്, രാജാവ് കാര്യം അങ്ങനെയല്ല, നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ രാജാവായ രാജാവിനെ അവരുടെ പ്രവാചകനായ എലീശ സകല കാര്യങ്ങളും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. 13-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോദാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. രാജാവ് വലിയ വിളംബരമൊക്കെ ചെയ്തു. ആരെ പിടിക്കാനാ വരുന്നേ? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രവാചകനെ, അഭിഷക്തനെ പിടിക്കാൻ. അവൻ ശക്തന്മാരായ സേനകളെ അയക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം ഏത് സേന വന്നാൽ അതിനെ അന്ധത പിടിപ്പിക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അവരെ നമ്മുടെ കയ്യിൽ തരുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് വള്ളുപുള്ളി വ്യത്യാസം വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തന്റെ ഭക്തന്മാരിൽ പഴയ നിയമ കാലത്തും ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ കർത്താവിനെ നാം സേവിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ലോകം മുഴുവനും കണ്ട് വിസ്മയിക്കുന്ന രീതിയിൽ അവർ അതിശയിക്കുന്ന നിലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പുതിയ നിയമത്തിൽ പുതിയ പദവി ദൈവം തന്നിട്ടുണ്ട്. തന്റെ മക്കളാക്കി ദൈവം നമ്മെ തീർത്തു. മാത്രമല്ല, അധികാരങ്ങൾ നമുക്ക് കൈമാറി. രാജാക്കന്മാരും പുരോഹിതന്മാരും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ദൈവം നമ്മെ തീർത്തു. നാം സാധാരണക്കാരല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നെങ്കിൽ ദൈവം തന്റെ മക്കളായ നമ്മെ അതിനപ്പുറമായി ടേക്ക് കെയർ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരിക. ഞാൻ അതുകൊണ്ട് ആരംഭത്തിൽ പറഞ്ഞ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. ദൈവത്തിന് സ്തോത്രം പക്ഷാഭേദമില്ല. ദൈവം എല്ലാവരെയും ഈവനായിട്ട് ഒരുപോലെ കാണുന്നത്. സ്തോത്രം. ഏത് ജാതിയിൽ അവനെ ഭയപ്പെടുന്നവരെ അവൻ അറിയുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നാം അടിച്ചു നിന്നാൽ ദൈവം നമ്മോട് അടുത്ത് വരും. നാം എത്രത്തോളം ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മോട് ചേർന്നിരിക്കും. സ്തോത്രം. ദൈവം നോക്ക് നമ്മുടെ ഹൃദയമാണ്. നാം എങ്ങനെയായിരിക്കുന്നു? നമ്മുടെ ഹൃദയം നിറയുന്നത് സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്നിധി നാം എങ്ങനെയായിരിക്കുന്നു? നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നാം ആയിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ വൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ സൈന്യഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ, ഞാൻ ആളയച്ചവനെ പിടിക്കും എന്ന് അവൻ കൽപ്പിച്ചു. ദോദാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ പിടിക്കുവാനായി ശക്തിയുള്ള രഥങ്ങളും സൈന്യവുമായി രാത്രിയിൽ ചെന്ന് പട്ടണം വളയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവവേദലേ, വചനം പറഞ്ഞ് രാത്രിയുള്ള ഭയത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. വിശ്വസിക്കണം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാര്യം എന്താണെന്നറിയാം? യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ബുധനാഴ്ച നാം വായിച്ച സങ്കീർത്തനമാണ് 24-ാം സങ്കീർത്തനം. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ, പണ്ടുകളുടെ കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ. ആ ദൈവം യുദ്ധവീരനായ യഹോവയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ആലോചന തരുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ശത്രുവിനെ നമ്മുടെ പാളയത്തിൽ അയച്ച് നമ്മുടെ കയ്യിൽ തരുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. 15-ാം വാക്യവും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നാം കുറുവാക്യമായി വായിച്ചത്. സ്തോത്രം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവിടെ, അയ്യോ യജമാനനെ,
നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ മുഴുക്കെ വിളിച്ചു പറ, അയ്യോ യജമാനനെ കഷ്ടം, അയ്യോ കഷ്ടം. കാര്യം എന്താ? നാം എന്തു ചെയ്യും? വലിയൊരു ജനം നമുക്ക് ചുറ്റും വളർന്നിരിക്കുന്നു. നാം എന്തു ചെയ്യും? സ്തോത്രം. അതിനവൻ പേടിക്കണ്ട. അമ്മ എലീശ പറയാണ്, നീ പേടിക്കണ്ട, നമ്മളോടുള്ളവൻ അവരുള്ളതിനേക്കാൾ വലിയവൻ. അമ്മ നമ്മോട് കൂടെ ഉള്ളവർ അവരോടുള്ളതിനേക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം അവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. അവൻ എലീശ യഹോവയുടെ അഭിഷക്തൻ, യഹോവയുടെ പ്രവാചകൻ, തന്റെ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണ് തുറക്കുവാൻ ഇടയായിത്തീർന്നു. 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആറാമ സൈന്യത്തെ അന്ധത പിടിപ്പിക്കണമേ എന്ന് എലീശ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. അവർ തന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ ഇവിടെ ഒത്തിരി സമയമെടുത്ത് എലീശ പ്രാർത്ഥിച്ചതായി നാം കാണുന്നില്ല, ഉപവസിച്ചതായി കാണുന്നില്ല. അവൻ സ്തോത്രം ദിവസങ്ങൾ ആണ്ടുകൾ പ്രാർത്ഥിച്ചായി കഴിഞ്ഞില്ല. ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിച്ചു തന്റെ ഭൃത്യന്റെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷത്തിൽ ഭൃത്യന്റെ കണ്ണു തുറക്കുവാൻ ഇടയായി തീർന്നു. മറിച്ചത് ആറാമ സൈന്യത്തെ കുറിച്ച് പ്രാർത്ഥിച്ചു, ഒരു വാക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. കർത്താവേ ദൈവമേ, യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് അന്ധത പിടിപ്പിക്കാൻ ഒരുത്തന്റെ കണ്ണ് തുറന്നപ്പോൾ മറ്റവരുടെ കണ്ണടച്ചു. അതാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലെ എലീശയ്ക്ക് മാത്രമല്ല ഈ അധികാരം തന്നിരിക്കുന്നത്, നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം ദൈവം നന്മയാക്കി തന്നിട്ടുണ്ട്. ഇത് എലീശയ്ക്ക് മാത്രമല്ലെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് വിഷയമായാലും ആ വിഷയത്തിൽ ഉത്തരം തരുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എലീശയുടെ മുമ്പിൽ ഇവർ കടന്നു വന്നു. അവർ അന്ധത പിടിപ്പറായി, അവർ കണ്ണ് കാണുന്നില്ല, എങ്ങോട്ടാ വഴിയെന്നറിയത്തില്ല. സ്തോത്രം. അതിന്റെ 19-20 വാക്കുകൾ വായിച്ചിട്ട് വേഗം ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഓർക്കണം, എലീശയെ കൊല്ലാനായി, പിടിച്ചോണ്ട് പോകാനായി, അവനെ തകർത്ത് കളയവനായി ബലമേറിയ ഒരു സൈന്യം വന്നപ്പോൾ എലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അന്ധത വരുവാനിടയായി തീർന്നു. ദൈവം അവരുടെ കണ്ണിന് കാഴ്ച മങ്ങിച്ചു. സ്തോത്രം. എലീശയുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചപ്പോൾ എലീശ അവരുടെ മുമ്പിൽ ചെന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, വഴി ഇതല്ല, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവരെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമര്യയിലെത്തിയപ്പോൾ എലീശ, യഹോവേ കണ്ണ് കാണത്തക്കവണ്ണം അവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ യഹോവ അവരുടെ കണ്ണ് തുറക്കുവാനിടയായി തീർന്നു. ഓർക്കണം, തന്റെ ഭൃത്യന്റെ കണ്ണ് തുറക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണ് തുറന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. സ്വർഗത്തിലെ സൈന്യത്തെ കാണുവാനിടയായി തീർന്നു. തന്നെ പിടിക്കുവാനായി വന്ന സൈന്യത്തെ ഹല്ലേലൂയ അവർക്ക് അന്ധത പിടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അന്ധത വരുവാനിടയായി തീർന്നു. തുടർന്ന് അവരെ പിടിച്ചു കൊണ്ടുപോയി സ്തോത്രം ശമര്യയുടെ നടുവിൽ കൊണ്ടു നിർത്തിയിട്ട് എലീശ പ്രാർത്ഥിക്കുകയാണ്, വീണ്ടും ഇവരെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കണ്ണു തുറക്കുവാനിടയായി തീർന്നു. ദൈവത്തിലെ നാം ഇതുപോലെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ നാം ചെയ്താൽ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യം പ്രാർത്ഥിച്ചു, സ്തോത്രം, ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണമേ, കണ്ണ് തുറന്നു. രണ്ടാമത് പ്രാർത്ഥിച്ചു, തന്നെ പിടിപ്പാനായി വന്ന സൈന്യത്തിന് അന്ധത പിടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അന്ധത പിടിപ്പാനിടയായി. മൂന്നാമതായി പ്രാർത്ഥിച്ചു, ശമര്യയിൽ കൊണ്ട് നിർത്തിയിട്ട് പ്രാർത്ഥിക്കുവാന് ദൈവമേ ഇവരെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെ കണ്ണു തുറക്കുവാനിടയായി തീർന്നു. ഇസ്രായേൽ രാജാവ് കടന്നു വന്നിട്ട് ചോദിക്കുവാണ് എലീശയോട്, എന്റെ പിതാവേ വെട്ടിക്കളയട്ടെ, ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചതിന് അതിനെ അവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് അവിടെ യജമാന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. സ്തോത്രം. തന്റെ എനിമിക്ക്
വലിയൊരു വിരുന്നൊരുക്കിയിട്ട് അവരെ പറഞ്ഞയക്കുന്ന ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. നമ്മുടെ ശത്രുവിനെ നമ്മുടെ കയ്യിൽ തരുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. രാത്രിയിൽ നിനക്കെതിരെ കടന്നു വന്ന് ആമേൻ ബലമേറിയവർ കടന്നു വന്നാലും, ഹല്ലേലൂയ, ആരെല്ലാം കടന്നു വന്നാലും ദൈവത്തിലെ അവൻ നീ പ്രാർത്ഥിച്ചാൽ അവർക്ക് അന്ധത പിടിപ്പാൻ നീ പ്രാർത്ഥിച്ചാൽ അങ്ങനെ തന്നെ അവർ ജീവിതത്തിൽ സംഭവിക്കും. അവൻ നീ തന്നെ അവരെ പിടിച്ച് ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പ്രാർത്ഥിച്ചാൽ അവർ കണ്ണു തുറക്കുവാനിടയായി തീരും. ഇനി രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ അവൻ ദൈവാത്മാവ് നമുക്ക് തന്ന വചനത്തിൽ നമുക്കൊന്ന് ഓർക്കാം, ഒന്ന് പുകഴാം. സ്തോത്രം. നമ്മൾ സാധാരണക്കാരല്ല, നാം ഈ ലോകക്കാരല്ല. ദൈവം നമ്മളെ സ്വന്തം മക്കളാക്കി തീർത്തതാ. സ്വന്തം രക്തം നിന്ന് നമ്മെ വീണ്ടെടുത്തവരാ. സകല അധികാരം നമുക്ക് കൈമാറിയതാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അവൻ നമ്മൾ വിരൽ ചൂണ്ടിയ കാര്യങ്ങൾ നടക്കും. പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകിയിൽ അതിനപ്പുറമായി യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആമേൻ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. ആമേൻ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമെന്ന് സകല ജനത്തിനും സകല ജനറേഷനും അറിയാൻ വേണ്ടി ദൈവം ഇവിടെ കുറിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് നമുക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളാണ്. നമുക്ക് നേറ്റെടുക്കാം. സമയം മുമ്പിൽ കടന്നു പോയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ ആമേൻ ആ വാക്കിൽ വിശ്വസ്തനായി നിൽക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ വാക്കുകൾ ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമുക്കെതിരെ ഏതെല്ലാം കടന്നു വന്നാലും അതിന് നടുവിൽ നമ്മൾ ജയകരമായി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ പക്ഷേ നാം വിശ്വസിക്കണം. നാം ഇതിനെ ഓവർകം ചെയ്യും. നാം വിശ്വസിക്കണം. ആമേൻ. ഇതിനെ ഞാൻ ഓവർകം ചെയ്യും. നാം വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ ആമേൻ അന്ധത വരും. ഞാൻ പ്രാർത്ഥിച്ചാൽ അവരെ കണ്ണു തുറക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിലെ ആമേൻ. നാം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.